നമസ്കാരം. വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. 1199 ആണ്ട് മേടമാസം 1-ാം തീയതി 2024 ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് ഒരു വർഷക്കാലം, അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം. വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ്. ഇപ്പോൾ ജ്യോതിഷ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടമാസം 1-ാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം. അപ്പോൾ 12 രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ്? വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിഷു കൈനീട്ടമാവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. കർക്കടക രാശി പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം, ഈ 2 നക്ഷത്രക്കാർക്ക്, ഈ 2.25 നക്ഷത്രം അടങ്ങുന്ന കർക്കടക രാശിക്കാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരവസ്ഥ നിങ്ങൾക്കിതാ സംജാതമായിരിക്കുകയാണ്. കാരണം 11-ൽ വ്യാഴം സഞ്ചരിച്ചെത്തുന്ന വർഷമാണ്. 12 വർഷത്തെ ഒരു വർഷം മാത്രമേ 11-ൽ വ്യാഴം വരുള്ളൂ. 11-ാം വ്യാഴ സമയത്ത് ശരിക്ക് ജ്യോതിഷശാസ്ത്രം പറയുന്നത് ലോട്ടറി എടുത്തവരെ അടിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ധനവ്യയം ഉണ്ടാവുന്ന രാശിയാണ് കർക്കിടകൻ രാശി. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇറങ്ങണം. കിട്ടാനുള്ള പൈസ വല്ലതും ബ്ലോക്കായി കിടപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു വന്ന് ചേരും. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനായാലും ശരി, ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവരായാലും ശരി, നിങ്ങൾക്ക് സാമ്പത്തികമായി ഏറ്റവും പുരോഗതി ഉണ്ടാവുന്ന കാലഘട്ടമാണ്. മാത്രമല്ല എന്തിനിറങ്ങിയാലും വിജയിക്കുന്ന കാലഘട്ടമാണ് 11-ൽ വ്യാഴവും കൂടി നിൽക്കുന്ന സമയം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു രാശിയാണ് കർക്കിടകൻ രാശി. നിങ്ങളതുകൊണ്ട് ഒരു സമയം പോലും പാഴാക്കി കളയരുത്. ഒരു വർഷം ദൈവം തന്നിരിക്കുകയാണ് 11-ൽ നിന്നുകൊണ്ട്. ഈ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊള്ളണം. എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.